ഐറാസ് ജികെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. രാജകീയ രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് പ്രമേഹം, ക്ഷയം, ഹീമോഫീലിയ, സാർസ്. ഉത്തരം ഹീമോഫീലിയ. ഓർക്കിഡ് ഏത് രാജ്യത്തിന്റെ ദേശീയ പുഷ്പമാണ്? കൊറിയ, വെനിസ്വേല, ജപ്പാൻ, ജർമ്മനി. ഉത്തരം വെനിസ്വേല. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഒരു ചെസ് ലോകകപ്പിന്റെ സെമിഫൈനൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആര്? മൈക്കൽ, ആർ പ്രജ്ഞാനന്ദ, കൃഷ്ണകുമാർ, ജയം കൃഷ്ണ. ഉത്തരം ആർ പ്രജ്ഞാനന്ദ. ചരിത്രത്തിൽ ആദ്യമായി പാർലമെന്റിൽ പുരുഷന്മാരുടെ എണ്ണത്തേക്കാൾ സ്ത്രീകൾ മുന്നിലെത്തിയ രാജ്യം ഏത്? ഈജിപ്ത്, ചൈന, സിംഗപ്പൂർ, ന്യൂസിലാൻഡ്. ഉത്തരം ന്യൂസിലാൻഡ്. ലോകസഭയുടെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്ന മാസം ഏത്? മാർച്ച്, ജൂലൈ, ഓഗസ്റ്റ്, നവംബർ. ഉത്തരം ജൂലൈ. ഇന്ത്യൻ സംഘം ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ വർഷം ഏത്? 1914, 1945, 1965, 1987. ഉത്തരം 1965. ഇന്ത്യയുടെ കാപ്പിത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഹരിയാന, കർണാടക, കേരളം, ഉത്തർപ്രദേശ്. ഉത്തരം കർണാടക. ക്യാൻസർ രോഗത്തിൽ നിന്നും സംരക്ഷണം നൽകാൻ കഴിയുന്ന പഴം ഏത്? ആപ്പിൾ, തണ്ണിമത്തൻ, ഉറുമാൻ, മുന്തിരി. ഉത്തരം മുന്തിരി. പൂർവഘട്ടം പശ്ചിമഘട്ടവുമായി സന്ധിക്കുന്ന സ്ഥലം ഏത്? നീലഗിരി, മലപ്പുറം, ഇടുക്കി, കോയമ്പത്തൂർ. ഉത്തരം നീലഗിരി. ഫ്രാൻസിന്റെ ദേശീയ കായിക വിനോദം ഏത്? ഫുട്ബോൾ, കബഡി, ക്രിക്കറ്റ്, ഹോക്കി. ഉത്തരം ഫുട്ബോൾ. ചന്ദ്രനിൽ വെള്ളം കണ്ടെത്തിയ ആദ്യ രാജ്യം ഏത്? ചൈന, ബ്രസീൽ, ഡെൻമാർക്ക്, ഇറ്റലി. ഉത്തരം ചൈന. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിമാനത്താവളങ്ങൾ ഉള്ള സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്, തെലുങ്കാന, ഗുജറാത്ത്, ഉത്തർപ്രദേശ്. ഉത്തരം ഗുജറാത്ത്. സോറിയാസിസ് ബാധിക്കുന്ന അവയവം ഏത്? ത്വക്ക്, കിഡ്നി, കരൾ, ശ്വാസകോശം. ഉത്തരം ത്വക്ക്. പച്ച സ്വർണം എന്നറിയപ്പെടുന്നത് എന്താണ്? തേയില, വാനില, പിസ്ത, ബദാം. ഉത്തരം വാനില. കാർഗിൽ വിജയദിനം എന്നാണ്? ജനുവരി 1, മാർച്ച് 24, ജൂലൈ 26, ഒക്ടോബർ 15. ഉത്തരം ജൂലൈ 26. കണരോഗം ഏത് വിറ്റാമിന്റെ കുറവ് മൂലം ഉണ്ടാവുന്നതാണ്? വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ. ഉത്തരം വിറ്റാമിൻ ഡി.
ഇന്ത്യയുടെ പടിഞ്ഞാറ് അറ്റത്തുള്ള സംസ്ഥാനം ഏത്? ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, ജമ്മു കാശ്മീർ, ഉത്തർപ്രദേശ്. ഉത്തരം ഗുജറാത്ത്. മൂത്രത്തിന് ഇളം മഞ്ഞ നിറം നൽകുന്ന ഘടകം ഏത്? യൂറോക്രോം, യൂജിയോക്രോം, യൂറിനറി യെല്ലോ ബിറ്റ്. ഉത്തരം യൂറോക്രോം. ആഴ്ചയിൽ എത്ര പ്രാവശ്യം ബീറ്റ്റൂട്ട് കഴിക്കുന്നതാണ് ഉത്തമം? 2, 3, 4, 6. ഉത്തരം 3. 2024 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏത്? ഇന്തോനേഷ്യ, അൾജീരിയ, നെതർലാൻഡ്, ബ്രസീൽ. ഉത്തരം ബ്രസീൽ. പപ്പൈൻ കാണപ്പെടുന്ന പഴം ഏത്? പൈനാപ്പിൾ, മുസംബി, പപ്പായ, ആപ്പിൾ. ഉത്തരം പപ്പായ. ഉറക്കത്തകരാറുകൾ കുറയ്ക്കാൻ സഹായിക്കുന്നത്? മുളക്, സോയാബീൻ, ചെറുപയർ, കട്ടൻ ചായ. ഉത്തരം സോയാബീൻ. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായ വർഷം ഏത്? 1910, 1936, 1975, 1986. ഉത്തരം 1936. കേരളത്തിലെ നെതർലാൻഡ് എന്നറിയപ്പെടുന്നത്? ആനപ്പാറ, വഴിക്കടവ്, താമരശ്ശേരി, കുട്ടനാട്. ഉത്തരം കുട്ടനാട്. തരിശുഭൂമിയിലെ സ്വർണം എന്നറിയപ്പെടുന്നത്? മണൽ, പെട്രോളിയം, കശുവണ്ടി, ചോക്ലേറ്റ്. ഉത്തരം കശുവണ്ടി. മനുഷ്യ ശരീരത്തിലെ നായകഗ്രന്ഥി എന്നറിയപ്പെടുന്നത്? പീയൂഷ, തൈറോയിഡ്, തൈമസ്, പീനിയൽ. ഉത്തരം പീയൂഷ. ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് ഏത്? അസറ്റിക് ആസിഡ്, മാലിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ടാനിക് ആസിഡ്. ഉത്തരം ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഏറ്റവും കൂടുതൽ പയർവർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഒഡീഷ, ബീഹാർ, തമിഴ്നാട്, മധ്യപ്രദേശ്. ഉത്തരം മധ്യപ്രദേശ്. കിവിപ്പഴത്തിന്റെ ജന്മസ്ഥലം എവിടെയാണ്? ഇറ്റലി, മ്യാൻമാർ, ചൈന, മൊറോക്കോ. ഉത്തരം ചൈന. പുറത്തു വിത്തുകൾ ഉള്ള പഴം ഏത്? സ്ട്രോബെറി, ആപ്പിൾ, മുട്ടപ്പഴം, സീതാപ്പഴം. ഉത്തരം സ്ട്രോബെറി. ചെറിമരത്തിന്റെ പൂവ് ഏത് രാജ്യത്തിന്റെ ദേശീയ ചിഹ്നമാണ്? അമേരിക്ക, ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ. ഉത്തരം ചൈന. ആന്റി ഓക്സിഡന്റുകളുടെ കാര്യത്തിൽ ഒന്നാമതായുള്ള പഴം ഏത്? ഓറഞ്ച്, ബ്ലൂബെറി, വത്തക്ക, പ്ലം. ഉത്തരം ബ്ലൂബെറി. പഴങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത്? മാമ്പഴം, ചക്ക, മാംഗോസ്റ്റീൻ, ചാമ്പക്ക. ഉത്തരം മാംഗോസ്റ്റീൻ.
തേങ്ങയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏത്? കാപ്രിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, മാലിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ്. ഉത്തരം കാപ്രിക് ആസിഡ്. വെള്ളം ചോരുന്ന പൈപ്പുകളുള്ള വീടിന്റെ ലക്ഷണം എന്ത്? സമ്പത്ത്, ധനനഷ്ടം, മരണദുഃഖം, ദാരിദ്ര്യം. ഉത്തരം ധനനഷ്ടം. നിങ്ങൾക്കായുള്ള ചോദ്യം: ലോകത്ത് ആദ്യമായി നൈട്രജൻ വാതക വധശിക്ഷ നടപ്പിലാക്കിയ രാജ്യം ഏത്? ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ, ചൈന. നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമന്റ് ചെയ്യൂ. ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ്. നിങ്ങളുടെ സ്കോർ കമന്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.